ഒരു ദിവസം പാതിരാത്രിയായപ്പോ ഒരു സുമതി വളവിന്റെ വളവിന്റെ ഉള്ളിൽ കൂടെ ഒരു പകുതി റോഡുണ്ടായിരുന്നു. ആ പകുതി റോഡിന്റെ അപ്പുറത്തായിട്ടായിരുന്നു ഒരു വീട്. ആ വീട്ടിലാണെങ്കിൽ ആരും താമസിക്കുന്നില്ല. എന്താ കാരണം? കണ്ടുപിടിക്കാൻ ഗ്രാമക്കാരെല്ലാം നോക്കി അലഞ്ഞതിരുന്നു. അപ്പൊ ഒരു വയസ്സായ മുത്തശ്ശി പറഞ്ഞു, അത് ഒരു മരിച്ചുപോയ ഒരു ആത്മാവിന്റെ വീടാണ്. ആ ഒരു വീട്ടിന്റെ അവിടെ കാല് ചവിട്ടിയാല് അപ്പ ആത്മാവ് എണീക്കും. അവിടെ എന്തായിരുന്നു നശിച്ച ഒരു കല്ലിപ്പുണ്ട്. ആ കല്ല് തുറക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ആ ആത്മാവ് എണീക്കും. ആ ആത്മാവ് എണീറ്റാല് ഗ്രാമത്തിൽ മൊത്തം ആ ആത്മാവിന്റെ ചോരയായിരിക്കും പടരുന്നത്. ആ ആത്മാവിന്റെ ചോര പടർന്നാൽ എന്ത് ചെയ്യുമെന്ന് ഗ്രാമക്കാര് പറഞ്ഞു. ആ ഗ്രാമക്കാര് ഒരു ആത്മാവിന്റെ വീട്ടിലേക്ക് എല്ലാരും കൂടെ പോയി. ആ ആത്മാവിനെ വിളിച്ച് എണീറ്റപ്പോഴേ ആ ആത്മാവാണെങ്കിൽ പെട്ടെന്ന് ബോധം വീണുപോയി. ആ ആത്മാവ് വീണുപോയപ്പോ എവിടെയാ വീണെന്ന് ശരിക്കും ഗ്രാമക്കാരൊന്ന് പുറത്തൊന്ന് നോക്കിയപ്പോ അതൊരു അമ്പലമായിരുന്നു ആ വീട്. ആ അമ്പലത്തിൽ അങ്ങനെ പ്രേതം കയറി. അതുകൊണ്ടാണ് ആ ആത്മാവ് ബോധം കെട്ടാൻ വിചാരിച്ച് ഗ്രാമക്കാരെല്ലാം പോയി. പിറ്റേ ദിവസം രാത്രി ആയപ്പോഴാണ് ഭീകരമായിട്ടൊരു സൗണ്ട് കുറുക്കന്മാരുടെ. എല്ലാവരും പേടിച്ചു. അപ്പൊ ഒരു പാവപ്പെട്ട മുത്തശ്ശി രാവിലെ ആയപ്പം ഭക്ഷണം തേടി ഇറങ്ങി. തേടി ഒന്നും കിട്ടിയില്ല. കുറച്ചനുപ്പം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് തേടിയിട്ട് ഒന്നും കിട്ടിയില്ല. ഗ്രാമക്കാരാക്കൂടി ഇത്തിരി പുഴുകിയ ഭക്ഷണം ഇത്തിരിയേ കൊടുക്കുന്നുള്ളൂ. നല്ല പണിക്ക് വിലയാണ്, കൊണ്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഒരു ദിവസമാണ് മുത്തശ്ശി അല്ലെങ്കിൽ തല കറങ്ങി ആരും മരച്ചോട്ട് ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ കാണത്തില്ല അമ്മ, അതുപോലെ ആ ഒരു സ്ഥലത്ത് വീണു. പിന്നെ ആണെങ്കിൽ ആ വഴി കൂടെ ആര് പോവാ, ഗ്രാമക്കാര് പോവാണെങ്കിൽ അവർക്ക് പണി വരും. മുത്തശ്ശി ചത്തത് എങ്ങനെയാ, ആ മുത്തശ്ശി ഭക്ഷണം ഇല്ലാതെ എങ്ങനെ ചത്താന്നോ അതുപോലെ ആ ഗ്രാമക്കാരും ചാവും. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിരുമേനിനെ വിളിച്ചപ്പോഴാണ് അവിടെ തിരുമേനി പൂജ നടത്താൻ ഗ്രാമക്കാരൻ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആത്മാവിനെ വിളിച്ചു വരുത്തി ആത്മാവ് പറയുവാണ്, ഈ ഗ്രാമക്കാര് എനിക്ക് കുറെ ശല്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശല്യം കാരണം ഞാൻ മരിച്ചതുപോലെ മരിക്കും. അത് പറഞ്ഞ ആത്മാവ് പുകയായിട്ട് മരത്തിൽ പോയി. അങ്ങനെയാണെങ്കിൽ ഗ്രാമക്കാർ തിരുമേനിയോട് ചോദിച്ചു, എന്തേലും വഴിയില്ലേ തിരുമേനി? തിരുമേനി പറഞ്ഞു, എന്തേലും ഒരു വഴി കാണാതിരിക്കത്തില്ല. കുറച്ച് നമുക്ക് തിരുമേനിക്ക് മനസ്സിലായി ആ പ്രേതം പറഞ്ഞത് തന്നെ നല്ല. ആ പ്രേതം പറഞ്ഞ സത്യം പറഞ്ഞാൽ എന്തായാലും ഈ ഗ്രാമക്കാർക്ക് ശല്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും പറഞ്ഞത്, ഈ ഗ്രാമക്കാര് എൻ്റെ പനിയും വെച്ചിട്ട് ഞാൻ ചത്തത് എങ്ങനെയാണ് അതുപോലെ ചാവുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് പോകണം. അത് തിരുമേനി പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ഗ്രാമക്കാര് ഈ പ്രേതം പറഞ്ഞത് കേട്ട തിരുമേനി ഇത് എന്തേലും വഴി കാണുമെന്ന് പറഞ്ഞിട്ട് നിന്ന് ചൊല്ലി നോക്കിയപ്പോഴാണ് ഒരു വഴിയും കിട്ടിയിട്ടില്ല. അപ്പൊ തിരുമേനി പറയുവാണ്, ഈ പ്രേതം പറയുന്ന പോലെ അനുസരിക്കുന്ന നിങ്ങൾക്ക് നല്ലത്. വേറെ വഴിയൊന്നും കാണുന്നില്ല. അത് ഗ്രാമക്കാര് പറഞ്ഞു, തിരുമേനി എന്തെങ്കിലൊരു വഴി ഉണ്ടാക്കി തരണം. തിരുമേനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. തിരുമേനി പറഞ്ഞു, ഇതല്ലാതെ വേറെ വഴിയില്ല. അപ്പം ആണെങ്കിൽ ആ രാത്രി തന്നെ എന്താ ഗ്രാമക്കാർ പേടിച്ചിട്ടാണെങ്കിലും വിഷമത്തിലാണെങ്കിലും പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ഗ്രാമക്കാരെല്ലാവരും എണീറ്റ് ആ മരച്ചോട്ടിൽ പോയിട്ട് ആ പ്രേതം മരിച്ചില്ലേ ആ
മരത്തിൽ പോയിട്ട് എല്ലാ മരച്ചോട്ടി ഇരുന്നിട്ട് എല്ലാവരും ആലോചിച്ചു. പെട്ടെന്ന് സന്ധ്യ ആവാറായി. പിന്നെ രാത്രി ആയപ്പോഴാണ് അടുത്ത കഥ പറയട്ടെ.